എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സൈറ്റ് സ്ക്രാപ്പർ ടൂളിനെ കുറിച്ചാണ്. ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലോൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഈ ഒരു ടൂളിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഈ ഒരു ടൂൾ കാലിനസ് മെഷീനകത്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പം ഈ ഒരു ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫയർഫോക്സിലോട്ട് പോവുക. ഞാൻ ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് സ്ക്രാപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സൈറ്റ് സ്ക്രാപ്പർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് വരും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈറ്റ് സ്ക്രാപ്പർ ഈ ടൂൾ ഈസ് ആൻ എത്തിക്കൽ ഹാക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഇവിടെ കിടക്കുന്ന കാണാൻ പറ്റും. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ ഈ ഒരു ടൂൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആദ്യം ക്ലോൺ ചെയ്യണം, അതിൽ ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. വന്നിട്ട് നമ്മൾ ലൈബ്രറീസ് അതായത് ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് pip3 install -r requirements.txt എന്ന് പറഞ്ഞ ഫയൽ കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടൂളിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആവും. അതേ കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ടൂൾ 100% പൈത്തൺ വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് URL ആണ് കൊടുക്കേണ്ടത്. അതിനിട്ട് -d കൊടുക്കണം. -d എന്ന് പറഞ്ഞ ഡെപ്ത് ആണ്. സെറ്റ് ദ മാക്സിമം ക്രോൾ ഡെപ്ത്. ഓക്കെ, അപ്പം ഡിഫോൾട്ട് 3 ആണ്. നമ്മളൊരു 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. എത്ര കൂടുതൽ കൊടുക്കുന്നു അത്രയും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതേപോലെ -o എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡയറക്ടറിയിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഡയറക്ടറിയുടെ പാത്താണ് കൊടുക്കേണ്ടത്. ഇവിടെ കാണാൻ പറ്റും ഹോം കാലി ഡെസ്ക്ടോപ്പ് റിസൾട്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഡയറക്ടറിയിലോട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഡയറക്ടറിയുടെ പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റ് അതായത് ഈ ഒരു വെബ്സൈറ്റ് PHP സെർവർ വെച്ചിട്ട് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുന്ന വെബ്സൈറ്റ് PHP വെച്ചിട്ടാണ്. PHP യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് PHP സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ഈ ഒരു പേജിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ നോക്കാം. അപ്പം നമുക്ക് കോഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും കോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോപ്പി URL ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിനിമൈസ് ചെയ്തിടാം. കാരണം ഓപ്ഷൻസ് നോക്കാൻ വേണ്ടി നമുക്കിത് ആവശ്യം വരും. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലോട്ട് പോവുക. ഡെസ്ക്ടോപ്പിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടത് CD ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, CD ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഗിറ്റ്ഹബിൽ നിന്ന് ആ ഒരു സോഴ്സിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ കാലിനസ് മെഷീനകത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡ് ആണ് git ക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, git ക്ലോൺ എന്ന് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ഒരു ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്റർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സൈറ്റ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞ ടൂള് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈറ്റ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. നമുക്ക് ക്ലിയർ കൊടുക്കാം. നമുക്ക് ആ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകണം. അപ്പൊ അതിനുവേണ്ടി CD സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, CD സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുത്തു. ഇനി LS കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ requirements.txt എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ടൂളിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കാലിനസ് മെഷീനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കാലിനസ് മെഷീൻ ആണെങ്കിൽ കാലിനസ് മെഷീന്, പാരറ്റോയ്സ് ആണെങ്കിൽ പാരറ്റോയ്സ്. ഓക്കെ, അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ടത് pip3 install -r കൊടുക്കുക. എന്നിട്ട് ആ ഒരു -r കൊടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന ഫയൽ requirements.txt എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കുക. ഓക്കെ, pip3 install -r requirements.txt എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ടൂളിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ്. ഓക്കെ, ചിലതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഒന്നും പാരറ്റോയ്സിലും കാലിനസ് മെഷീനിലും നമ്മുടെ ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിത് requirements.txt ഫയൽ റൺ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ അതിനകത്ത് വർക്ക് ആവും. ഓക്കെ, ആർഗ്ബേഴ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും pips dependency resolver does not currently take into account all the packages that are installed. ഓക്കെ, അപ്പൊ ഈ ഒരു ടൂളിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കാലിനസ് മെഷീനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, പാരറ്റോയ്സിനകത്താണെങ്കിലും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ, ഈ വേണ്ട കാര്യങ്ങളൊക്കെ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിത് റൺ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അഥവാ നിങ്ങൾക്ക് റൺ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ക്ലിയർ കൊടുക്കാം. ഇനി LS കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സൈറ്റ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡയറക്ടറി കണ്ടോ സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ കൊടുക്കണം, സിംഗിൾ കോട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ CD വെച്ചിട്ട് ആ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി CD
നമ്മൾ സിംഗിൾ കോട്ട് കൊടുക്കും. സിംഗിൾ കോട്ട് കൊടുത്തിട്ട് സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുക്കും. ഓക്കെ, അതായത് സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ആ ഒരു ഡയറക്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എൽഎസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സുഡോ കൊടുക്കണം. സുഡോ പൈത്തൺ 3, കാരണം ഇത് പൈത്തൺ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ സുഡോ പൈത്തൺ 3 ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ എന്ന് കൊടുക്കുക. സുഡോ പൈത്തൺ 3 ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ. ഓക്കെ, ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും ടു ഇൻസ്റ്റാൾ പ്രസ് വൈ, ടു അൺഇൻസ്റ്റാൾ പ്രസ് എൻ. ഓക്കെ, അൺഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തും നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് തന്നെയാണ് റൺ ചെയ്യേണ്ടത്. അൺഇൻസ്റ്റാൾ ചെയ്യുന്ന കേസിൽ എൻ കൊടുക്കണം. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വൈ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻസ്, സൈറ്റ് സ്ക്രാപ്പർ ഈസ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി. ഫ്രം നൗ ജസ്റ്റ് ടൈപ്പ് സൈറ്റ് സ്ക്രാപ്പർ ഇൻ ടെർമിനൽ. ഓക്കെ, ഇനി നമുക്ക് സൈറ്റ് സ്ക്രാപ്പറിന് ജസ്റ്റ് നമുക്ക് ഏത് ടെർമിനൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കാലിൻസ് മെഷീനിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പാരറ്റോസ് ആണെങ്കിലും ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, എല്ലാം ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. നമുക്കിനി ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് പുതിയൊരു ടെർമിനൽ എടുക്കാം. ഈ ഒരു ടൂൾ റൺ ചെയ്യാൻ വേണ്ടി ടെർമിനലിൽ സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുത്താൽ മതി. നമ്മൾ ആൾറെഡി ഈ ഒരു സൈറ്റ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുത്താൽ മതി. ഏത് ടെർമിനലിൽ വേണമെങ്കിലും നമുക്കിത് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, സൈറ്റ് സ്ക്രാപ്പർ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡൊമൈൻ കൊടുക്കുക. ഏത് വെബ്സൈറ്റ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത്, ക്ലോൺ ചെയ്യേണ്ടത്, ആ ഒരു വെബ്സൈറ്റിന്റെ ഡൊമൈൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് -d കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേറ്റ് കൊടുക്കുക. ഓക്കെ, d എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ആണ്. എത്ര ആഴത്തിൽ വേണം അതിനെ സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് ക്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതായത് എത്ര കൂടുതൽ കൊടുക്കുന്നു അത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനൊരു 5 ആണ് കൊടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് ഡിഫോൾട്ട് 3 ആണ്. ഓക്കെ, -d കൊടുത്തിട്ട് -d ഡിഫോൾട്ട് 3 ആണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. -d കൊടുക്കുക, ഡിഫോൾട്ട് ആയിട്ട് 3 ആണ് വരുന്നത്. ഞാനിപ്പോ ഇവിടെ 5 കൊടുത്തു. ഓക്കെ, 5 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എത്ര കൂടുതൽ കൊടുക്കുന്നു അത്രയും പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് -o കൊടുത്തിട്ട് നമുക്ക് എവിടോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ഹോമില്, കാലില്, ഡെസ്ക്ടോപ്പിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഇവിടെ കൊടുക്കുന്നത് ഏത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. ഓക്കെ, ഇപ്പൊ ഹോമിൽ, കാലിൽ, ഡെസ്ക്ടോപ്പിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആവും. ഓക്കെ, ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലോൺ ചെയ്യുന്ന വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, ആദ്യം കൊടുക്കേണ്ടത് പാത്താണ്, എവിടോട്ടാണ് സേവ് ചെയ്യേണ്ടത്, അത് ഹോമിൽ, കാലിൽ, ഡെസ്ക്ടോപ്പിൽ. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് ഒരു ഡയറക്ടറി കൊടുക്കുക. ഏത് ഡയറക്ടറിയിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഡയറക്ടറി, പുതിയതായിട്ട് ന്യൂ ആയിട്ട് ഒരു ഡയറക്ടറി കൊടുക്കുക. ഓക്കെ, ആ ഒരു ഡയറക്ടറി അവിടെ ക്രിയേറ്റ് ആവും. എന്നിട്ട് ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് ക്ലോൺ ആവുന്നത്. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലോണിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സേവ്ഡ് ഹോം, കാലി, ഡെസ്ക്ടോപ്പ്, ഔട്ട്പുട്ട്, facebook.com, index.html തുടങ്ങിയ ഫയലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഫേസ്ബുക്കിനകത്ത് നമ്മൾ PHP വരുന്നുണ്ട്. ഓക്കെ, PHP വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത്. അപ്പം ക്രോളിങ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജിനെ അതായത് ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചിലത് കിറർ വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡെപ്ത് എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും ആഴത്തിൽ നമുക്ക് ഇതിനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഡെപ്ത് കൊടുത്തേക്കുന്നത് 5 ആണ്. ഓക്കെ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ കൊടുക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകാം. കാരണം ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ഇതിന്റെ പാത്ത് കൊടുത്തത്. ഇനി എല്ലാ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡയറക്ടറി ഉള്ളിലാണ് ആ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകാം. അതിനുവേണ്ടി CD ഔട്ട്പുട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, CD ഔട്ട്പുട്ട് എന്ന് കൊടുത്തു. ഇനിയും എല്ലാ സുഹൃത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ആ ഒരു ഡൊമൈൻ്റെ പേരുള്ള ഒരു ഡയറക്ടറി ഉണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത ആ ഡൊമൈൻ്റെ നെയിമിൽ ഇവിടെ ഒരു ഡയറക്ടറി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി CD www. ആ ഒരു ഡയറക്ടറിയുടെ പേരാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡൊമൈൻ ആണ് അതിന്റെ നെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാ സുഹൃത്തും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിന് r.php എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് PHP ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ആ ഒരു www.facebook.com എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് വന്നു.
ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ifconfig കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്റെ കാലിനസ് മെഷീൻ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.1.5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് PHP സെർവർ റൺ ചെയ്യണം. കാരണം ഈ ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് PHP യുടെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സെർവർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് PHP ആണ്. ഓക്കെ, നമുക്ക് PHP സെർവർ യൂസ് ചെയ്യണം ഈ ഒരു ലോഗിൻ പേജിനെ, ഈ ഒരു ഫേസ്ബുക്കിന്റെ പേജിനെ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ. കാരണം സെർവർ സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് PHP ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു www.facebook.com എന്ന് പറഞ്ഞ ഒരു ഡൊമൈനിന്റെ പേരുള്ള ഡയറക്ടറിക്കുള്ളിലോട്ട് വന്നു. ഇനി ഇവിടെയാണ് നമുക്ക് PHP യുടെ സെർവർ റൺ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി PHP കൊടുക്കുക, PHP -S കൊടുക്കുക. അതിനിട്ട് നിങ്ങളുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് 192.168.1.5. അതിനിട്ട് ഇഷ്ടമുള്ള ഒരു പോർട്ട് കൊടുക്കുക. ഞാനിവിടെ 8080 ആണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്റർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PHP ഡെവലപ്മെന്റ് സെർവർ സ്റ്റാർട്ടഡ്. ഓക്കെ, നമ്മുടെ PHP സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു URL കോപ്പി ചെയ്യുക. ഓക്കെ, ഈ ഒരു URL കോപ്പി ചെയ്യുക, കോപ്പി സെഷൻ കൊടുക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫയർഫോക്സിൽ വന്നിട്ട് ന്യൂ ടാബ് എടുക്കുക, എന്നിട്ട് ആ ഒരു URL ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുക. അതായത് HTTP നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ്, HTTP കഴിഞ്ഞിട്ട് :2/ കാലിനസ് മെഷീന്റെ IP അഡ്രസ്, എന്നിട്ട് കോളം കഴിഞ്ഞിട്ട് പോർട്ട് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് ക്ലോൺ ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി PHP യുടെ വെബ് സെർവർ ആണ് യൂസ് ചെയ്തത്. കാരണം എന്താണ്? PHP വെച്ചിട്ടാണ് ഇതിന്റെ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഫേസ്ബുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് PHP യുടെ ആവശ്യമുണ്ട് ഈ ഒരു ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജിനെ നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി. ഓക്കെ, ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേറൊരു എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കുക, അതൊക്കെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനകം തന്നെ അക്കൗണ്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഞാൻ വേറൊരു വെബ്സൈറ്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ PHP സെർവർ നമ്മൾ റൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ബാക്ക് എൻഡിൽ PHP വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിനസ് മെഷീനിൽ PHP സെർവർ നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, മൈക്രോസോഫ്റ്റ് എഡ്ജ് പോവാണ് എന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. ഇവിടെ ഞാൻ അതായത് 192.168.1.5 8080 കൊടുത്തു. ഓക്കെ, 8080 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ കൊടുത്തു. എന്നിട്ട് എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ലോഗിൻ പേജ് എന്റെ വിൻഡോസ് മെഷീനിൽ നിന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ വൈഫൈ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും എനിക്ക് ഒരു ഫേസ്ബുക്കിന്റെ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു വെബ് പേജ് കൂടെ ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ PHP വെബ് സെർവർ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട CD-- കൊടുക്കുക. അപ്പൊ നമ്മൾ കാലിയിൽ വരും, ക്ലിയർ കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും സൈറ്റ് സ്ക്രാപ്പർ കൊടുക്കുക. സൈറ്റ് സ്ക്രാപ്പർ കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഡയറക്ടറി മാറ്റിയിട്ട് നമ്മൾ ക്ലോൺ എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലോൺ എന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ആവും. നമുക്ക് ഫേസ്ബുക്ക് വേണ്ട, http testphp.1web.com എന്ന് കൊടുക്കാം. ഓക്കെ, http testphp.1web.com. നമ്മൾ ഡെപ്ത് അത് തന്നെയാണ് കൊടുത്തത്. നമുക്ക് ഇനി എന്റർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലോണിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിനെ ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകാം. കാരണം ഡെസ്ക്ടോപ്പ് ആണ് പാത്ത് കൊടുത്തേക്കുന്നത്. ക്ലിയർ കൊടുക്കാം, എന്നിട്ട് LS കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും
ക്ലോൺ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിലാണ് ആ ഒരു വെബ്സൈറ്റ് വരുന്നത്. അപ്പൊ CD ക്ലോൺ കൊടുക്കുക. ഓക്കെ, എല്ലാത്തും കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു URL ഉള്ള ആ ഒരു ഡൊമൈന്റെ നെയിം ഉള്ള ഒരു ഡയറക്ടറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ളിലോട്ട് പോവുക. ഓക്കെ, അതിനുള്ളിലോട്ടുള്ള ഇതിൽ പോവുക. ഇനി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും PHP തന്നെയാണ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും index.php, login.php, product.php എന്ന് പറഞ്ഞ ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതും നമ്മൾ PHP സെർവർ വെച്ചിട്ട് റൺ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി PHP നമ്മൾ ഈ ഒരു ഡൊമൈന്റെ നെയിം ഉള്ള ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് വന്നിട്ട് വേണം നമ്മൾ ഈ ഒരു PHP സെർവർ റൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ PHP സെർവർ റൺ ചെയ്യാൻ വേണ്ടി PHP-S നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ്, അത് കഴിഞ്ഞിട്ട് കോളൻ, അത് കഴിഞ്ഞിട്ട് ഏത് പോർട്ടിലാണോ റൺ ചെയ്യേണ്ട ഒരു പോർട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 8080 കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഫയർഫോക്സ് പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുള്ള ഏത് ഡിവൈസിൽ നിന്ന് വേണേലും നമുക്ക് ഈ ഒരു വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ക്ലോൺ ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ക്ലോൺ ചെയ്ത വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആർട്ടിസ്റ്റ്, ഡിസ്ക്ലൈമർ, യുവർ കാർട്ട്, ഗസ്റ്റ് ബുക്ക്, അജാസ് ഡെമോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈനപ്പ്, യുവർ കാർട്ട്, ബ്രൗസ് ഫീച്ചേഴ്സ്, സൈനപ്പ്, യുവർ പ്രൊഫൈല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും ക്ലോൺ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ,